ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ആ ഓണത്തിന് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് സദ്യ എന്ന് പറയുന്നത്. ആ സദ്യ കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും സദ്യ കഴിക്കാൻ വേണ്ടി ഇഷ്ടമാണ്. തൂശനിലയില് ഉപ്പ്, ഇഞ്ചിക്കറി, മാങ്ങ, നാരങ്ങ, അങ്ങനെ ഇഷ്ടംപോലെ വിഭവങ്ങൾ വരും. ആ വിഭവത്തിന്റെ ഏറ്റവും സൈഡിലായിട്ട് നമ്മളെ നോക്കിച്ചിരിക്കുന്ന ഒരു സാധനങ്ങളാണ് രണ്ടെണ്ണം. ഒന്ന് ഉപ്പേരിയും ഒന്ന് ശർക്കര വരട്ടി. അത് രണ്ടും കഴിക്കാൻ വേണ്ടി നമ്മളത് എല്ലാം വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതെടുത്ത് കഴിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വിഭവങ്ങളാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. ഇന്ന് നമ്മുടെ കൂടെ ശർക്കര വരട്ടി ഉണ്ടാക്കാനായി അക്ഷരയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അതും കണ്ണൂരിലെ അക്ഷര. അതിന് ഹാപ്പി ആണോ? ഹാപ്പിയാണ്. അപ്പം എങ്ങനെയാണ് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത്? ശർക്കര വരട്ടി ഉണ്ടാക്കാനാണെങ്കിൽ ചുരുക്കി പറയുവാണെങ്കിൽ വളരെ എളുപ്പമാണ്, എന്നാൽ ഇച്ചിരി കട്ടിയുമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. അതായത് നന്നായിട്ട് അറിയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ശർക്കര വരട്ടി എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് അറിയില്ലാത്തവർക്ക് കുറച്ച് കടുകട്ടിയായിട്ടുള്ള ഒരു സംഭവമാണ് ശർക്കര വരട്ടി. നമുക്ക് അറിയുന്നവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന. അതെ, നമുക്ക് കറക്റ്റ് അതിന്റെ പാകമൊക്കെ അറിയില്ലാത്തവർക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പാളി പോകുന്ന ഒരു വിഭവം കൂടിയാണ് ഈ ശർക്കര വരട്ടി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ശർക്കര വരട്ടിയിൽ പറയുവാണെങ്കിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് പച്ചക്കായാണ്. പച്ചക്കായ നമ്മൾ നേരത്തെ മുറിച്ച് അതിന്റെ കറയെല്ലാം കളഞ്ഞ് മുറിച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് പ്രധാനമായിട്ട് വേണ്ടത് ശർക്കര. നമ്മൾ കണ്ണൂര് വെല്ലം എന്നാണ് പറയുന്നത്. അധികം ആർക്കും അറിയില്ല. നമ്മൾ ശർക്കരയ്ക്ക് ഈ തിരുവനന്തപുരത്തൊക്കെ ശർക്കര എന്നാണ് പറയുന്നത്. അതെ. പക്ഷെ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് ഈ ശർക്കരയ്ക്ക് വെല്ലം എന്നാണ് പറയുന്നത്. കണ്ണൂരെ ഭാഷ എന്ന് പറയുന്നത് തന്നെ ഒരു വെറൈറ്റി ആണല്ലോ. അതെ, തീർച്ചയായും. അപ്പം രണ്ടാമതായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ വെല്ലമാണ്. പിന്നെ ഒന്ന് ചുക്ക് പൊടിച്ചതുണ്ട്, പിന്നെ ഒന്ന് ഏലക്കാപ്പൊടിയുണ്ട്, പിന്നെ കുറച്ച് അരിപ്പൊടിയുണ്ട്, പിന്നെ വെളിച്ചെണ്ണ. നമ്മുടെ ഈ ഓണം എന്ന് പറയുന്നതിന് ഒരു നാടൻ ഉത്സവമാണ്, ദേശീയ ഉത്സവമാണ്. അപ്പൊ ഈ ഓണത്തിന് എന്ന് പറഞ്ഞാൽ ഒരു നാടൻ സദ്യയാണ് എല്ലാവരും മനസ്സിലുള്ളത്. അതെ. അപ്പൊ ഈ ഓണത്തിന് നാടൻ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരു നാടൻ രുചി കിട്ടണമെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ വേണം. അതെ, ഒരു നാടൻ. അതെ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരു നാടൻ രുചി നമുക്ക് ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. അപ്പം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം നമുക്ക് ഈ ശർക്കര പാനിയാക്കുമ്പോൾ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ. സാധാരണ ഈ ഓണ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വേണം. അതെ, കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഈ ശർക്കര വരട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ സാധനങ്ങൾ, അതായത് നമ്മുടെ വീട്ടില് അതെ തീർച്ചയായിട്ടും അതെ നമ്മുടെ വീട്ടില് പൊതുവായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളൂ. പിന്നെ കുറച്ച് ടൈം നമുക്ക് എടുക്കുമെന്ന് മാത്രമേ, അതെ, വറുത്തെടുക്കാനൊക്കെ ഉള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. തുടങ്ങാം, നമുക്ക് ആരംഭിക്കാം. എന്നാല് അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുകയാണ്. ഈ പാത്രം ഒന്ന് നന്നായിട്ട് ചൂട് പിടിക്കുമ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഇതിപ്പം എത്ര വെളിച്ചെണ്ണ നമ്മൾ എത്രയാണോ പച്ചക്കായ എടുത്തേക്കുന്നത് ആ ഒരു ഒരു മുങ്ങാൻ പാകത്തിനുള്ള ഒരു വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് ചൂട് പിടിക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ. അതെ, ഐശ്വര്യത്തിനൊട്ടും കുറവ് വേണ്ട. ഉപ്പ് വേണ്ടേ? ഇതിനും കായ്ക്ക് ഒരു ചെറിയൊരു ഉപ്പ് ഇടത്തില്ലേ? ഇല്ല, നമ്മൾ ഉപ്പ് ഇടത്തില്ല. നമ്മൾ ഉപ്പ് വേണ്ട. നമുക്ക് സാധാരണ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും മെയിൻ ആയിട്ട് ഉപ്പ് വേണം. പക്ഷെ ഇതിന് ഉപ്പ് വേണ്ട. ഇനിയിപ്പോ ചിലർ ഇടുന്നുണ്ടോന്ന് നമുക്കറിയില്ല. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നമ്മുടെ കണ്ണൂര് ഇതിന് ഉപ്പ് വേണ്ട. ഈ കണ്ണൂര് ഓണത്തിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? കണ്ണൂർ ഓണത്തിന് നമുക്ക് ഈ മെയിനായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഈ തിരുവനന്തപുരംകാർ ഈ ഓണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ പക്കാ സദ്യ ആയിരിക്കും. പക്ഷെ നമ്മുടെ കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണമായാലും വിഷു ആയാലും ഒരു സദ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നോൺ വെജ് വേണം. നോൺ വെജ് ഇല്ലാതെ അത് എല്ലാവർക്കും ഒരു അന്താളിപ്പാണ് ഇത് കഴിക്കുമ്പോൾ. പക്ഷെങ്കിൽ
നമുക്ക് ഒരു നോൺ വെജ് ഇല്ലാതെ കണ്ണൂരുകാർക്ക് ഫുഡ് ഇറങ്ങില്ല. കണ്ണൂരുകാരല്ല, മലബാർ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഒരു എന്തെങ്കിലുമൊക്കെ അതെ തീർച്ചയായിട്ടും അത് വേണം വേണം വേണം. ഇല്ലാതെ നമുക്ക് ഒരു നോൺ വെജ് ഇല്ലാതെ ഒരു ഭക്ഷണം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ എണ്ണ പാകത്തിന് ചൂടായോ എന്ന് നോക്കണമെങ്കിൽ ഒരു സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ട് ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് മുറിച്ചിട്ടിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. അതാണ് ഈ എണ്ണ ചൂടായിട്ട് ഈ പച്ചക്കായ ഇടാനുള്ള, അതെ കുറച്ചുകൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പച്ചക്കായ ഇടാനുള്ള ഒരു പാകമായി, എണ്ണ ചൂടായി എന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പത്തനംതിട്ടയിലൊക്കെ എങ്ങനെയാണ് ഓണം? ഓണം അവിടെ സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ, പക്ഷെ സദ്യയാണ് അവിടുത്തെ അതെ അതെ. മിക്കവരും സദ്യയില് പച്ചടി, കിച്ചടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോഴും എല്ലാം ഫാമിലി ആയിട്ട് ചേർന്നാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എല്ലാവരും ഫാമിലി ആയിട്ട് കൂട്ടുകുടുംബം രീതിയിൽ എല്ലാവരും വീട്ടിൽ വരും. അമ്മയുടെ ചേച്ചിമാരായാലും അച്ഛന്റെ വീട്ടുകാരായാലും എല്ലാവരും വീട്ടിൽ വന്ന് എല്ലാവരും കൂടാണ് ഇത് ആഘോഷിക്കുന്നത്. അതൊരു ഭയങ്കര സന്തോഷമാണെന്ന്. നമുക്കിത് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചക്കായ ഇടാം. അപ്പം നമ്മൾ നേരത്തെ പച്ചക്കായൻ്റെ തൊലിയെല്ലാം പൊളിച്ച് നമ്മൾ കറയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് വെച്ചതാണ്. വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞ് ഇത് ഇടുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, കാരണം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂരായതുകൊണ്ട് എല്ലാവരും കളിയാക്കുന്നത് ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് എങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബോംബ് കൊണ്ടിട്ട് എണ്ണയിൽ ഇട്ടു എന്നെല്ലാം പറയും. അതുകൊണ്ട് ശ്രദ്ധിച്ചൊരല്പം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരല്പം വെള്ളത്തിൻ്റെ മയം കൂടി ഇതിലുള്ളത് കൊണ്ട് നന്നായിട്ട് എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ പച്ചക്കായ അരിയുമ്പോൾ പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പച്ചക്കായ്ക്ക് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമ്പം വളരെ കട്ടി കുറച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാൽ കൂടി ഈ ശർക്കര ഉപ്പേരിയാക്കുമ്പം നമുക്കിനി ഫ്ലെയിം കൂട്ടി വെക്കണം. കാരണം ഇത് ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ നല്ല തീയിൽ വേകണം. അതിനുശേഷം കുറച്ചൊരു പാകമായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ തീ കുറച്ച് വെക്കുന്നത്. അതിനുശേഷം ഇത് എത്രത്തോളം മൂക്കണം? ഇത് ഫുള്ള് നന്നായിട്ട് ഇത് ഒരു കിലുകില് ശബ്ദം വരും. ഇത് പാകം നോക്കുന്നത് അങ്ങനെയാണ്. അതായത് ഒരു നമ്മൾ ഇളക്കുമ്പോൾ ഒരു കിലുകില് ശബ്ദമായിട്ട് കിലു എന്നുള്ള ഒരു ഒച്ച വരും. പിന്നെ അത് പോരാണ്ട് ഈ എണ്ണയ്ക്ക് പൊക്കത്തായിട്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കും ഈ സാധനം. അതാണ് ഒരു പാകം, ഇത് എടുക്കാനുള്ള ഒരു പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുറിക്കുമ്പോൾ ഈ പച്ചക്കായ മുറിക്കുമ്പോൾ കറ നന്നായിട്ടുണ്ടാവും പച്ചക്കായ്ക്ക്. അപ്പം നമ്മൾ ഈ വെള്ളത്തിലിട്ടിട്ട് പച്ചക്കായ തൊലിയെല്ലാം പൊളിച്ച് നമ്മൾ വെള്ളത്തിൽ മുറിച്ചിട്ടോ അല്ലെങ്കിൽ തൊലി പൊളിച്ചിട്ടോ ഇട്ട് വെക്കും. ചിലര് നമ്മൾ അധികവും ആൾക്കാർ ഉപയോഗിക്കുന്നത് വെള്ളത്തിലാണ് ഈ കറ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചിലര് കഞ്ഞിവെള്ളത്തിൽ കറ കളയാൻ വേണ്ടി പച്ചക്കായ ഇടുന്നവരുണ്ട്. ചിലര് ഈ അരി കഴുകിയ വെള്ളത്തിൽ ഇടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് കറ പോകുന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ കഴിഞ്ഞിട്ടും വെള്ളത്തിലിടുവോ? അത് ചിലര്, അതായത് ഇപ്പം തൊലി പൊളിച്ച പാട് വെള്ളത്തിൽ അധികം നേരം ഇടാത്തവര് അത് മുറിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കൂടി വെള്ളത്തിൽ കൂടുതൽ കറ പോകും. അതെ, കൂടുതൽ കറ പോകും. ഓരോരുത്തരും ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ. അപ്പൊ പിന്നെ എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ടാകും തയ്യാറാക്കുന്നതിൽ. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ശർക്കര ഉപ്പേരിയുടെ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കുന്നത്. നമ്മൾ ഈ നേരത്തെ ലിൻഡ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ ഓണത്തിനൊക്കെ ഈ നമുക്ക് സദ്യ വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് അതെ ഈ സദ്യ വിളമ്പി കഴിഞ്ഞ് നമ്മൾ എപ്പോഴും വിചാരിക്കും സദ്യ വിളമ്പി എല്ലാ കറിയും വന്നതിന് ശേഷം കഴിക്കാൻ തുടങ്ങാന്ന് വിചാരിക്കും. പക്ഷേ വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന കൊണ്ട് എത്തുന്ന ഈ ഒരു ശർക്കര ഉപ്പേരി അതൊന്നും അതെ അതെ അതൊന്ന് പതിയെ എടുത്ത് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സുഖത്തോടെ ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ആ ഓണസദ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഇത്തരം ചില സന്തോഷകരമായിട്ടുള്ള ഓർമ്മകളാണ് എന്നുള്ളത്. കുട്ടിക്കാലത്തെ ഓണത്തിന്റെ ഉള്ള ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അമ്മയുടെ വീട്ടിലാണ് നമുക്ക് അധികം ഓണം എന്ന് പറയുന്നത്. അമ്മയുടെ വീട്ടിലാകുമ്പം നമ്മുടെ ഫാമിലീസ് എല്ലാവരും അവിടെയാണ് ഒത്തുകൂടുക. തറവാട്ടിൽ എല്ലാവരും കൂടി വരും. പിന്നെ പൂക്കളം ഇടലായി സദ്യ, ഈ പറഞ്ഞ പോലെ നോൺ വെജ് അടക്കമുള്ള ഭക്ഷണ വിഭവങ്ങളായിരിക്കും നമുക്കുണ്ടാവുക.
പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാവിലെ മുതലേ എല്ലാവരും കൂടി അങ്ങ് ഒത്തുപിടിച്ച് അങ്ങ് നമുക്ക് അതെ ലേഡീസ് മാത്രം അടുക്കളയിൽ കയറുന്ന പരിപാടിയൊന്നുമില്ല. അന്ന് എല്ലാവരും കയറും, ആണുങ്ങളും കയറും. ഈ ആണുങ്ങളാണ് നല്ല പുതിയ സിനിമകളൊക്കെ ഉണ്ടാകും ടിവിയില്. അപ്പൊ പിന്നെ ഞങ്ങള് സിനിമ കണ്ടിരിക്കാം, നിങ്ങൾ ഭക്ഷണം അതൊന്നും നമുക്ക് അവിടെ നടപ്പിലാവൂല. നമുക്ക് പരിപാടി ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും ഉത്സവം എന്തെങ്കിലും ആഘോഷങ്ങളുണ്ടോ, ആ ആഘോഷങ്ങളിലെല്ലാം നമ്മൾ ആണുങ്ങളെയും കൂടി ചേർന്ന്. അങ്ങനെ പറ്റത്തില്ലല്ലോ. അതെ 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 തീർച്ചയായിട്ടും എല്ലാവരും കൂടി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എല്ലാവരും കൂടി അടുക്കളയിൽ ഇരുന്ന് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതെ ആ ഒരു സന്തോഷം വേറെ എവിടെ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ചില മടിയന്മാരൊക്കെ ഇങ്ങനെ അതെ ആ മടിയന്മാരെയൊക്കെ പൊക്കി കൊണ്ടുവരിക. ഇപ്രാവശ്യം എന്തായാലും ഓണത്തിന് ഇത് കണ്ടോണ്ടിരിക്കുന്നവരാരെങ്കിലും, അതായത് ടിവിയുടെ മുമ്പിലോ ഫോണിന്റെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക. ഭർത്താക്കന്മാരായാലും അനിയന്മാരായാലും മക്കളായാലും എല്ലാവരും കൂട്ടിക്കൊണ്ട് എല്ലാവരും അടുക്കളയിൽ കയറിയിട്ട് അതെ പിന്നല്ല നന്നായിട്ട് ചെയ്യും. അതെ അതെ നമ്മൾക്ക് വിചാരിക്കും ചിലർ ചെയ്യത്തില്ല പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷെ പറ്റും തീർച്ചയായിട്ടും. ഇനി വന്നിട്ടില്ലേ കണ്ണൂരൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞ് ഏറുവടക്കൊക്കെ കൊണ്ട് പൊടിച്ചോടി എണീറ്റ് വാടാ അവിടെ നിന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു രസമാണ് എന്ന് പറയുന്നത്. അതെ തീർച്ചയായിട്ടും. ഈ ഓണം എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പം പറയുന്ന പോലെ ഓണം എന്ന് പറയുന്നതൊക്കെ ഓരോ പ്രതീക്ഷകളാണ്, മുന്നോട്ട് പോകാനുള്ള ഓരോ പ്രതീക്ഷകളാണ് ഓരോ ഓണം എന്നും പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും, എല്ലാവരുമായിട്ട് ഒത്തൊരുമയോടെ നടക്കാൻ സാധിക്കുമെന്നുള്ള ഓരോ പ്രതീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഓണം എല്ലാവരും ആഘോഷിക്കുക. ഒപ്പം നമ്മുടെ ശർക്കര ഉപ്പേരിയും കൂടി അതെ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തിയപ്പോ എന്തോ ശർക്കരക്ക് എന്തുകൊണ്ട് വേറെ ശർക്കരയ്ക്ക് നമ്മൾ വെല്ലം എന്ന് പറയും. ഇവിടെ ഞാൻ ഇങ്ങനെ പറയുമ്പോ തന്നെ വെല്ലം എന്റെ വായിൽ പെട്ടെന്ന് ഓടി വരെ വെല്ലം എന്നായിരിക്കും, പക്ഷെ പറയുമ്പോ തന്നെ എല്ലാവരും വെള്ളമൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ പറയുന്നവരാണ്. ഇല്ല 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 ചുക്കുപൊടിക്ക് ചുക്കെന്നൊക്കെ തന്നെ, അരിപ്പൊടിക്ക് അരിപ്പൊടി എന്നൊക്കെ തന്നെയാണ്. നിങ്ങള് എവിടെയെന്ന് ചോദിക്കുന്നത് എന്താണ്? കണ്ണൂർ ഭാഷയില് എവിടെ എന്ന് ചോദിക്കുന്നത് ഏടെ ഏട അങ്ങനെയൊക്കെയാണ്. ഒരു വെറൈറ്റി ഭാഷയാണ്, കേട്ടിരിക്കാനൊക്കെ രസമാണ്. കണ്ണൂർ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? പോയിട്ട് വേഗം പോയിട്ട് അല്ലെ പോയിട്ട് വാന്ന് എന്തെങ്കിലും പറയാമോ? വേഗം പോയിട്ട് നമ്മൾ ഈ വേഗം എന്നൊക്കെ ഇവിടെ പറയുന്നത്, ഇവിടെയാണ് ഈ വേഗം എന്നൊക്കെ നമ്മുടെ കണ്ണൂര്. അതെ അതെ നമ്മളൊരു പാട്ടുണ്ടല്ലോ, ബെങ്കി 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 ബൂന്ന്, അതായത് വേഗം എന്ന് പറയുന്നതിന് ബേം എന്നാണ് പറയുക. വേഗം ഇറങ്ങുന്ന പറയുന്നതിന് ബേങ്കി എന്ന് പറയും. എടാ ബേങ്കി നമുക്ക് ഓടണ്ടേ ഓടണ്ടേ, പിന്നെ ഓടണ്ടേ എന്നുള്ളതിന് പായണ്ടേ എന്ന് പറയുന്നവരുണ്ടാകും. അങ്ങനെ പല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതെ ചൂലിന് മാച്ചില്, സന്ധ്യക്ക് മോന്തി എന്ന് പറയുന്നവരുണ്ട്. നമുക്കും തിരിച്ചു പറയാൻ കിട്ടും ഓരോന്നൊക്കെ. മോന്തി എന്ന് പറയും രാത്രി സന്ധ്യ മോന്തിയായി എന്നൊക്കെ പറയും. പിന്നെ ചൂലിന് മാച്ചി. ഇപ്പൊ ഇത് ഇളക്കുമ്പോ തന്നെ ചെറുതായിട്ട് ആദ്യം ഇട്ട പോലെയല്ല, ചെറുതായിട്ടൊരു കുറുകുറു എന്നുള്ള ഒരൊച്ച കേൾക്കുന്നുണ്ട്. ഈ കുറുകുറു എന്നുള്ള ഒരൊച്ച നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കിലുകിലു എന്നുള്ള ഒരൊച്ച വരും. ആ ഒരൊച്ചയാണ് നമുക്ക് പാകം. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പം, ഇതിപ്പോ ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പം ഇങ്ങോട്ടേക്ക് നീങ്ങുന്നില്ല, പക്ഷെ ഇത് നമ്മൾ പാകമാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത് ഇതിങ്ങനെ കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ കറങ്ങും. അതാണ് കറക്റ്റ് പാകം എന്നൊക്കെ പറയുന്നത്. ഇത് പിന്നെ എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുന്നുണ്ട്. പിന്നെ നിന്റെ പോലെ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരുന്നതാണ് ഞാന്. പിന്നെ അറിയുന്നവർക്ക് ഇതൊക്കെ എളുപ്പമാണ്. അതെ അതെ എനിക്കൊക്കെ കുറച്ച് പാടാണ്. അതെ അതെ പിന്നെ അതെ ഈ കഴിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ പറഞ്ഞത്. നമുക്ക് ഇനി പതുക്കനെ ഒന്ന് ഇച്ചിരി തീ കുറച്ച് വെക്കാം, കാരണം പുറമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തു. അപ്പൊ പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഒരു കറുത്ത വിത്തില്ലേ ഇതിൻ്റെ ഉള്ളിലത്തെ, ഈ ഒരു വിത്ത് ചിലര് അതായത് ഈ ഒരു പാകമായി കഴിയുമ്പം കുറച്ച്, ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എന്നാൽ കൂടി കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തളിക്കും.
ഈ എണ്ണയിലേക്ക് തളിക്കും. എണ്ണയിലേക്ക് തളിക്കുമ്പം ഇതിങ്ങനെ ഇതങ്ങ് പുകഞ്ഞു പോകുന്നു. ഇതങ്ങ് പുകഞ്ഞു പോകുന്നു. സൈഡിലെല്ലാം അതെ, ഞങ്ങൾക്ക് കണ്ണൂരുകാർക്ക് ഇച്ചിരി വയലൻസ്, ഇച്ചിരി പൊട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെയുള്ള ചിലരെ പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടുന്ന കൂട്ടത്തിലല്ല, അത് പൊട്ടല് കിട്ടുമ്പോ മനസ്സിലാവും. അപ്പൊ ഒരു രസമാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കി കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, അങ്ങനെ അതിൻ്റെ ഒരു ആവി പൊങ്ങുമ്പം ഈ ഉള്ളിൽ ചിലതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല, നന്നായിട്ട് ഒരു പാകം മൂത്തിട്ടുണ്ടാവില്ല. അപ്പം ഈ ഒരു ആവി കയറി കഴിയുമ്പം അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട്, അതെ, നന്നായിട്ട് കയറുന്നാണ് പറയുന്നത്, നന്നായിട്ട് മൂത്ത് വരുന്നാണ് പറയുന്നത്. അപ്പം ഇത് ഇച്ചിരി ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ, നമുക്കൊരു കിളിയിൽ ശബ്ദം വരണം. അത് വരും. നമ്മൾ പിന്നെ ഇത് ഇച്ചിരി കട്ടിയുള്ള സാധനമായതുകൊണ്ട് ഈ കിളിയിലെ ശബ്ദമൊക്കെ വരാൻ ഇച്ചിരി ഒരല്പം സമയം എടുക്കും. ഈ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ തയ്യാറാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ്. എന്നാൽ ഇച്ചിരി ഒരു സമയം എടുത്തു നിന്നിട്ടുണ്ടെങ്കിൽ വെറുതെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇത് പാക്കറ്റ് ആയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും. ഇത് ഞാൻ ഈ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നുമ്പോഴാണ് എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കിക്കൂടെ, നമുക്ക് തയ്യാറാക്കിക്കൂടെ, വെറുതെ പൈസ കൊടുത്ത് ചെയ്യുന്നതിൽ അടിപൊളിയാണല്ലോ. അപ്പം എപ്പോഴും വീട്ടിൽ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ? കുറച്ചൊക്കെ, ഒരുപാടൊന്നും ഇല്ല. ഈ സത്യം പറയണോ കള്ളം പറയണോ? സത്യം പറയുന്നതല്ലേ നല്ലത്. സത്യം പറയണമെങ്കിൽ ഒരുപാടൊന്നും ഇല്ല, ചെറുതായിട്ട്. എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? എനിക്ക് ഏറ്റവും കോൺഫിഡൻസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ചിക്കൻ കറി, ഒന്ന് സോയാബീൻ കറി. ഈ 2 കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തക്കാളി കറി. ഇത് പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ പഠിച്ച തക്കാളി കറി. അത് തക്കാളി കറി എളുപ്പമാണ്. ഇച്ചിരി ഫ്ലോപ്പ് ആയാൽ കൂടി ഇച്ചിരി മുളക് പൊടി. അതെ, കുറച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ അമ്മ അധികം അടുക്കള കയറ്റൂല. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നല്ല, അല്ലല്ല കൊളവാക്കുന്നില്ല, അങ്ങനെയല്ല, എല്ലാ സാധനങ്ങളും അതെ അത് ശരിയാണ്. വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ, നിന്നോട് ഞാൻ പറഞ്ഞതാണ് കേറണ്ട, വെറുതെ അടുക്കള നശിപ്പിക്കാനൊക്കെ പലതരം അമ്മമാരും പറയാറുണ്ട്. അതെ, തീർച്ചയായും. അതുകൊണ്ട് തന്നെയല്ലേ അമ്മ, അതുകൊണ്ടല്ല, എന്റെ അമ്മ പറയുന്നതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കായാലും ചേട്ടനായാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചേട്ടായിക്കൊക്കെ. പക്ഷെ എന്നിരുന്നാൽ കൂടിയും എനിക്ക് ചിലപ്പോ വായി വെക്കാൻ കൊള്ളൂല്ലാത്തോണ്ടായിരിക്കും. അത് ഞാൻ എന്റെ ശർക്കര വരട്ടിയിലൂടെ ഞാൻ കാണിച്ചു തരുന്നതായി. ഞാനാണല്ലോ കഴിക്കേണ്ടത്. ഞാൻ തയ്യാറാക്കുന്ന വിഭവത്തിലൂടെ ഞാൻ മധുര പ്രതികാരം ചെയ്യും ഇതിനൊക്കെ. അപ്പം പറയാനുള്ള, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അധികം സമ്മതിക്കാത്ത എന്തുണ്ടാന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നിരുന്നാൽ കൂടി എനിക്ക് ഭക്ഷണമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എരിവൊക്കെ കൂട്ടി, കുറച്ച് എണ്ണയൊക്കെ കൂട്ടി ഒഴിച്ചൊക്കെ ഭയങ്കര വേണം. എൻ്റെ അമ്മ പറയും, ഞാൻ ഒരാഴ്ച ഉണ്ടാക്കുന്നതാണ്, അവൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നീ അടുക്കള കയറണ്ടെന്ന് പറയും. അമ്മ പറയും, ഇല്ല, ബഡ്ജറ്റ് ഉള്ള സമയത്താണ് കയറിക്കോ ഉണ്ടാക്കിക്കോ. അതെ, അതുകൊണ്ട് അധികം ഇല്ല. എന്നാൽ കൂടിയും ഞാനാവുമ്പോൾ ഇച്ചിരി, എനിക്കെല്ലാം അങ്ങനെയാണ്, ഇച്ചിരി എരിവൊക്കെ കൂടി ഇന്നാലേ നമുക്ക് കറിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളൂ. അല്ലാതെ ഈ ചിക്കൻ കറിക്കൊക്കെ എരിവില്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല. നമുക്ക് എല്ലാരും വിചാരിക്കും ഈ ഓണത്തിന് നമുക്ക് ഈ ഓണത്തിനൊക്കെ ചിക്കനൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ചിലർ വിചാരിക്കും ഈ എന്തുവാ പറയുന്നത് ഈ നോൺ വെജിന്റെ കാര്യം വെറുതെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ നോൺ വെജ് ഒക്കെ വേണം, എന്നാലേ നമുക്കൊരു ഭക്ഷണം ഒരു കഴിക്കാനൊക്കെ ഒരു. പിന്നെ എല്ലാ മലബാർ ഏരിയയിലെ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. തനി നാടൻ സ്റ്റൈലിൽ വെജ് മാത്രം, വെജിറ്റേറിയൻ മാത്രമായിട്ട് ഭക്ഷണം കഴിക്കുന്ന നിരവധി ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ കൂടി ഞങ്ങളുടെ ആ ഒരു സൈഡ്, ഞാൻ താമസിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കൂടുതലും ക്രിസ്ത്യൻസ് ഏരിയ ആണ്. അപ്പൊ നമ്മുടെ അങ്ങോട്ടൊക്കെ അതെ നോൺ വെജ് ഇല്ലാതെ, അതൊരു ക്രിസ്ത്യാനി കുട്ടിയാണല്ലോ പറയുന്നത്, തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ നമുക്ക് ഒരു മീനോ ഈ ചിക്കനോ ഉണ്ടെങ്കിലാണ് ഒരു പൂർണ്ണ ആകുക. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ കൂടെ കുറച്ച് പറയാൻ പാടില്ലാത്തതാണ്, കുറച്ച് വൈനോ. അതെ, ശരിയാ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളിയാണല്ലോ. അതെ, ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ദിവസമൊക്കെ വന്ന ഇച്ചിരി. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒന്ന് കേട്ടതാണ്, ഓണത്തിനൊക്കെ വെള്ളം കളിയും വള്ളം കളി എന്ന് പറയുന്ന പോലെ. അതൊരു സുഖമാണ്, തീർച്ചയായിട്ടും. അതിലൊന്നും നമുക്ക് ആരും നിരാശപ്പെടുത്താനോ തടഞ്ഞു വെക്കാനൊന്നും പറ്റില്ല. അത് അവരുടെ ഒരു വികാരമാണ്. നമുക്കിപ്പോ നമ്മുടെ ക്യാമറ പിടിച്ചിരുന്ന ആളായാലും അവർ ഇത് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു
സന്തോഷം. അതാണ് നമുക്ക് വേണ്ടത്. ഞങ്ങളെ അംഗീകരിച്ചല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും. അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. നല്ല കാര്യം എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അങ്ങനെ വേണ്ട, സന്തോഷത്തിലൊക്കെ അല്പമൊക്കെ നമ്മളെന്ന് വെച്ചിട്ട് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. എന്നാലും ആ ഒരു ഓണത്തിൽ നമുക്കത് നമ്മൾ ആഘോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമാണ്. സന്തോഷം എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണെങ്കിൽ ചെറിയ രീതിയിലൊരു ഇതൊക്കെ അത്ര പറഞ്ഞ് കുടുംബത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കാനല്ല, ഇതും കൊണ്ട് അകത്തോട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം എടുത്ത് കുടുംബത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കും, ഓണം കുളമാക്കാനല്ല. ഇത് ഇനിയിപ്പോ ലിൻഡ നോക്കിക്കോ, കണ്ടോ ഒരൊച്ച വരാനുണ്ട്, അത് കുറച്ചും കൂടി ആകാനുണ്ട്. കുറച്ചുകൂടി ആകാനുണ്ട്, ഇച്ചിരി കൂടി ആകാനുണ്ട്. ഇതിപ്പോ ചെറുതായിട്ടേ കേൾക്കണുള്ളൂ, ഇത് നല്ല രീതിയിൽ കേൾക്കും. പിന്നെ ഇപ്പൊ തട്ടുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ വരണുണ്ട്, അത് കുറച്ചും കൂടി അങ്ങ് വരണം, എന്നിട്ട് ഇതാവുള്ളൂ. കുറച്ചൊരല്പ സമയം എടുത്ത് ചെയ്യേണ്ട സാധനം തന്നെ. പ്രത്യേകിച്ച് ഈ പച്ചക്കായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത്തക്കാന്ന് പറയുന്നത്, ഞങ്ങൾ കായ് എന്നാണ് പറയുക, പച്ചക്കായ് എന്നൊന്നും പറയില്ല, കായ് എന്നാണ് നമ്മൾ അധികവും പറയുക. എന്നാൽ ഞാനിവിടെ കായ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കായോ അതെന്താ എന്നിങ്ങനെ പറഞ്ഞ്, കായ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ പൈസ, അതെ അതെ അതെ, പൈസക്കും കായ് ഇതാ എന്നൊക്കെ പറയാം, അത് ശരിയാണ്. നമ്മളത് നമ്മൾ സാധാരണ ചിപ്സിനൊക്കെ കട്ടി കുറച്ചാണ് എടുക്കുന്നത്, അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് മൂത്ത് വരും. പക്ഷെ ഇത് ഒരല്പം കട്ടി കൂട്ടിയാണ് എടുക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട്. അതെ, ശർക്കര വരട്ടിക്ക് ഒരുപാട് കട്ടി ആയാലും കൊള്ളത്തില്ല, എന്നാൽ കട്ടി കുറച്ചായാലും കൊള്ളത്തില്ല. ഇത് ഒരല്പം ഈ ഒരു പാകമൊക്കെ കറക്റ്റാണ്, ഈ ഒരു പാകമൊക്കെ ആയും. പിന്നെ ചിലര് ചെയ്യുമ്പോൾ വല്ലാതെ മൂത്തിങ്ങനെ കടിച്ച് പൊട്ടിക്കേണ്ടി വരും, പല്ലൊക്കെ പോകുന്ന രീതിയിൽ. അങ്ങനെയല്ല, കുറച്ച് കട്ടിയായി വരും. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഈ ശർക്കര വരട്ടിയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, പിന്നെ ഒരുപാടൊന്നും ഇരിക്കത്തില്ല, അതിനു മുമ്പ് തീരും. അതെ, തീർച്ചയായിട്ടും തീരും, പെട്ടെന്ന് തീരും. കാരണം നമ്മൾ ഈ TV കണ്ടോണ്ടിരിക്കും, താമസം പെറുക്കി തിന്നാൻ വേണ്ടിട്ട് തുടങ്ങിക്കോളും. അതെ, അതാണ് സംശയം, ഇവിടെ ബാക്കിയുള്ളവർക്ക് കിട്ടുമോ എന്നുള്ളതാണ് സംശയം. എന്തായാലും പിന്നെ അടുത്ത പ്രോസസ് എന്താണ്? ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതായി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തണുക്കണം നന്നായിട്ട്. ഈ ഒരു ചൂടോടെ നമ്മൾ ഒരിക്കലും നമുക്ക് ശർക്കരപ്പാനി ആക്കണം. ശർക്കരപ്പാനി ആക്കുന്നതിന് മുമ്പ് ഇതായിട്ടൊന്ന് നമുക്ക് മാറ്റി വെക്കണം, നന്നായിട്ട് തണുക്കണം. ഇത് തണുക്കാതെ ഈ ചിലര് ഇത് തയ്യാറാക്കി വെച്ചൊരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ശർക്കരപ്പാനിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കി എടുക്കുന്നത്, മുക്കിയെടുക്കുന്നത്. എന്തായാലും നമുക്കതിനുള്ള ഒരു സമയമില്ല, നമുക്കിത് നന്നായിട്ട് അതെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അതെ ഇച്ചിരി നിരന്ന ഒരു പരന്ന പാത്രത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്ത് വരും. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ശർക്കര പാനി ആക്കിയതിലേക്ക് ഇട്ടിട്ട്, പിന്നെ അത് കുറച്ച് പണിയുള്ള കാര്യമാണ് സംഭവം എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കിപ്പോൾ എളുപ്പമാണ്, ഇങ്ങനെ വെറുതെ തട്ടിക്കൊടുത്താൽ ഇതങ്ങ് ആയിക്കോളും. അതെ, പക്ഷെ കുഴപ്പമില്ല, ഇത്ര നേരം വെറുതെ ഇരുന്നിട്ട്. ഇനിയിപ്പോ ശർക്കര പാനിയായി ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ടൈറ്റ് ആവും. ടൈറ്റ് ആക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ തവി എടുക്കുകയേ ചെയ്യരുത്, നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കും. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും. പിന്നെ തവി എന്നൊന്നും ഇവിടെ പറയില്ല എന്നല്ലേ, പറയാ ആണല്ലേ. ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി നമ്മൾ ചെറുതായിട്ട്. ഞാൻ ഇളക്കുന്നുണ്ടായിരിക്കാം, കുറച്ച് സൗണ്ട് കൂടുതൽ. അതെ അതെ. നല്ല ബ്രൗൺ കളറായി നല്ല കിലീല സൗണ്ട് ഒക്കെയോ. കിലീല വലിയ കിലീല വന്നില്ല, ഇച്ചിരി ഉള്ളും കൂടി ആകാനുണ്ട്, എന്നാലേ നമ്മൾ പറഞ്ഞ ഒരു കിലീല നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ പിന്നെ ഒരു താളമൊക്കെ ഓരോ ഫുഡിനും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു താളത്തോടെ, അങ്ങനെയൊക്കെ പറയുന്നത് ഗജ്ജ് കള്ളി. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ നിങ്ങള് കടുകിടുമ്പോഴേ ഇതില്ലെന്നും പറഞ്ഞ ഇമ്പാക്ട് സൗണ്ട് എഫക്റ്റില്ലെന്നും പറഞ്ഞ നിങ്ങള് ബോംബിട്ടിട്ടല്ലേ ഇത്? അതെ, നമുക്കേ ഈ കടുക് പൊട്ടുമ്പം കിടുകിട് എന്നുള്ള ഒരു ഒച്ചയല്ലേ വരും. നമ്മൾ കണ്ണൂരാരൊക്കെ ആകുമ്പോ ഇച്ചിരി വെടിയും പുകയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളു. അതെ, അപ്പൊ പിന്നെ ഏറ്റവും കുറഞ്ഞൊരു ഓലപ്പടക്കെങ്കിലും നമ്മൾ എണ്ണയിലിടും. ഇപ്പൊ അത് പരീക്ഷിക്കണം കേട്ടോ, ഞാൻ വേറെ ഇതിൽ പരീക്ഷിക്കണം. ചുമ്മാ ആൾക്കാരൊക്കെ ഓരോന്നൊക്കെ പറയുന്നു, പക്ഷേ നമ്മുടെ കണ്ണൂരാരെ പോലെ സ്നേഹമുള്ള വേറെ ആരുമില്ല. അങ്ങനെയാണ്. എവിടെ
എവിടുന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിഥി ദേവോ ഭവ എന്നാണ്. നമ്മൾ കണ്ണൂരുകാർ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണൂരുകാർ ദേഷ്യം വന്നാൽ അങ്ങനെയാണ്, എന്താ ഇഷ്ടം വന്നാൽ നക്കിക്കൊല്ല്, ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കൊല്ലുന്നൊക്കെ പറയും. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഭയങ്കര അതിഥികളെ ഭയങ്കരമായിട്ട് സൽക്കരിച്ച് അവരെ സ്നേഹത്തോടെ ഊട്ടി ഒരു പറഞ്ഞു വിടുന്ന ഒരു എല്ലാവരും അല്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. അതിഥികൾ എന്ന് പറയുന്നത് അവർക്ക് അവര് ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് മാത്രമല്ല സ്നേഹവും ഒക്കെ ഉള്ളത്. എന്നിട്ട് ഇതാണ് രസം. അല്ല, ഇതാണ് അതെ, അതങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ദേഷ്യം വന്നാൽ നമ്മൾ വെട്ടിക്കൊല്ലാൻ വരെ തയ്യാറാണ് എന്ന് വെച്ച് കണ്ണൂരുകാർ അങ്ങനെയാണെന്നൊന്നുമല്ല, നല്ലവരാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കണ്ണൂരുകാർ. ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇതൊരു പാകമായി. ഇനിയിപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഇതിൻ്റെക്ക് ഞാനൊരു കഷ്ണം തരാം. ഇവിടെ ഞാൻ ഇടാം. നമുക്കിത് വേഗത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. നോക്കാം. ഈ ചൂടോടെ അപ്പടെ വായിലിട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പണി കിട്ടും, പിന്നെ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. ഒരു ഉള്ള് വെന്തിട്ടുണ്ടോ നന്നായിട്ട്? ഉള്ളു വെന്തു, പുറവും നന്നായിട്ട് വെന്തു, ഉള്ളിൽ നല്ല ക്രിസ്പ് ആയിട്ടുണ്ടല്ലോ അല്ലേ? അത് ഉള്ളിൽ ചതഞ്ഞ് നിൽക്കുന്നുണ്ടോ? ഒന്നുകൂടി കുറച്ചു നേരം കൂടി വേണം. ആ, ഇതിൽ ഉപ്പോ ഇപ്പൊ തന്നെ ഇതൊരു ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട്. അതെ, അത് തീർച്ചയായിട്ടും. ഈ നമ്മളീ പറയും പച്ചക്കായൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് അല്ല, ഇനി ടെസ്റ്റ് ചെയ്യണ്ട. അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ പിന്നെ ഒന്നും കിട്ടൂല. ഈ ഒരു പച്ചക്കായി നമ്മൾ ഉപ്പോ മധുരവോ ഒന്നും പഞ്ചസാര ഒന്നും ഇടുന്നില്ല. വെറും പച്ചക്കായി മാത്രമാണ് നമ്മളിപ്പോൾ എണ്ണയിലേക്ക് ഇട്ടത്. എന്നിരുന്നാൽ കൂടിയും ഇത് ഒരു പാകമായി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും കൂടി, ആ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് ഫീൽ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ശർക്കര വരട്ടിന്റെ അതെ 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 തീർച്ചയായിട്ടും. പിന്നെ നമുക്കൊരു പാകമായി. ഇതിപ്പോ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ നന്നായിട്ട് വരും. പിന്നെ ഒരു കിലുകില ശബ്ദമൊക്കെ വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു കൂടുതൽ മൂത്ത് പോയി കഴിഞ്ഞാലും അതെ, അധികം മൂത്ത് പോയാലും ഭയങ്കര കട്ടിയായിരിക്കും കടിക്കാൻ. അപ്പം നമുക്ക് ഇനിയിപ്പം ഇതിലേക്ക് വറുത്ത് കോരിയിടാം. അപ്പം നമ്മൾ ഈ എണ്ണ പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇത്ര പരന്നിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുള്ളത്. ഈ പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ ഇതങ്ങോട്ടേക്ക് നിരത്തിയിടണം നന്നായിട്ട്. അതെ, നിരത്തിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ശർക്കര പാനി ആക്കുമ്പോഴത്തേക്കും ഇതൊന്ന് തണുത്തങ്ങ് വരും. ഉള്ളൊക്കെ നന്നായിട്ട് തണുക്കണം, പുറം മാത്രം തണുത്താൽ പോരാ. പുറമൊക്കെ തണുത്തിട്ടുണ്ടെങ്കിലുള്ള ഒരു തണുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചൂടോടെയാണെങ്കിൽ നമ്മൾ അതെ ശർക്കര പാനീയത്തിലേക്ക് ഇടുമ്പോഴത്തേക്കും പിന്നെ അതങ്ങ് അമുങ്ങിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നം വരും. നമുക്ക് കടിച്ച് തിന്നണമല്ലോ. കടിച്ച് തിന്നുമ്പോൾ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് തിന്നണമെങ്കിൽ ഒരിത് വേണം. അപ്പോൾ നമുക്ക് പാകമായി. ഈ ഒരു പച്ചക്കായി വെന്ത് മൂത്ത് പാകമായി. കളറ് കാണുമ്പോൾ ആയാലും ഒരു ഗോൾഡൻ കളറ് വന്നിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ടീ ഓഫ് ഉണ്ടല്ലോ അല്ലേ? അപ്പം അടുത്ത് നമുക്കിനി ഇതിലേക്ക് തന്നെ ഇവിടേക്ക് തന്നെ നമുക്ക് ശർക്കര പാനി അന്നേരം ഇപ്പം തന്നെ അങ്ങ് തയ്യാറാക്കി വെക്കുക. ഇതൊന്ന് ആയിക്കഴിഞ്ഞ ശേഷം ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഒരെണ്ണം എടുക്കാനാണ് എൻ്റെ മനസ്സ് പറയണത്. പാനിയായി വരുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും കാണത്തില്ല തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ എളുപ്പമാണ്, പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഒരല്പ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാണ്. കാരണം ഇത് കട്ടിയുള്ളതുകൊണ്ട് ഇച്ചിരി ആകാനൊക്കെ ഒരു ടൈം എടുക്കും. സമയം ഉണ്ടെങ്കിൽ ഈ സദ്യ വേണമെന്ന് തന്നെ ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ കൂടിയും ഊണിന് അതായത് സദ്യക്കൊക്കെ വിളമ്പുന്നതാണ് അതെ ഒരു സുഖം. അപ്പൊ നമ്മളിത് ചൂടാറാൻ വേണ്ടിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് തണുക്കട്ടെ. നമുക്ക് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ശർക്കര പാനി ആക്കുമ്പോഴത്തേക്കും ഇതങ്ങ് തണുത്ത് വരും. ഇനി അടുത്തതായിട്ട് വെള്ളം, ശർക്കര പാനി ആക്കാൻ വേണ്ടിട്ട് വെള്ളം വേണം നമുക്ക്.
നമ്മളിപ്പോൾ ഒരു 2-2.5 ശർക്കര കഷ്ണം കട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളം വേണമെങ്കിൽ അത് ഇങ്ങനെ ഇതുപോലെ ആയി കഴിഞ്ഞാൽ സമയം എടുക്കത്തില്ലേ ഇത്? ഒരല്പം. പിന്നെ പെട്ടെന്ന് ഇത് മുറിച്ച് പൊടിച്ചിടുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളെന്തായാലും ഇപ്പം മൊത്തമായിട്ട് അങ്ങ് ഇടുവാണ്. പിന്നെ സമയമില്ല പെട്ടെന്ന് തയ്യാറാക്കേണ്ടവർക്ക് ഒന്ന് പൊടിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആകും. നമുക്ക് എന്തായാലും ഇതിപ്പോൾ ഒന്ന് ഇടാം. പിന്നെ വെള്ളമൊക്കെ പാകത്തിന് നോക്കിയിടണം. കാരണം ഒരല്പം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെൽറ്റായി ഒന്നും കൂടി കട്ടിക്ക് വരാൻ വേണ്ടി ഒരല്പം കൂടി സമയം എടുക്കും. അപ്പം നമുക്കിത് വെള്ളം ഇത് മതി. പിന്നെ അതെ, തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിന് ഇതൊന്ന് മെൽറ്റായി വരണം. ഇതായോ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്? നമ്മൾ വെള്ളം ഒഴിച്ചതിനെക്കാട്ട് നന്നായിട്ട് ഇത് കുറുകി. പക്ഷേ ഈ ശർക്കര വരട്ടി ആക്കാൻ വേണ്ടിയിട്ട് ഈ ശർക്കര പാനി ആക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാകം, അതായത് ഇത് കുറുക്കി എടുക്കാനുള്ള ഒരു പാകം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു നൂൽപാകം എന്ന് പറയും. അതായത് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് കണ്ടോ ചെറുതായിട്ടൊരു നൂല് പോലെ വന്നിട്ടുണ്ട്. അത് ഇച്ചിരി കൂടി ഒന്ന് ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പം ഇങ്ങനെ നന്നായിട്ട് നൂല് പോലെ ഇങ്ങനെ വരണം. അതാണ് ഈ ഒരു ശർക്കര, അതെ, ശർക്കര വരട്ടി ആക്കാനുള്ള ഈ ഒരു ശർക്കര പാനി തയ്യാറാക്കുന്നതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറച്ചുകൂടി ഒന്ന് ആകാനുണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് അറിയില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ഈ ഒരു ഭാഗം തോന്നിയിട്ട് ഇങ്ങനെ ഓഫാക്കി വെച്ചാൽ ഒന്ന് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ തന്നെ ആയിക്കോളും. അതെ, തന്നെ കുറച്ചും കൂടി കട്ടിയാകും. കായ് വരുന്നുണ്ട്. നമുക്ക് ഇതിന് സമയം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണത്തിന്, അതെ, ശർക്കര വരട്ടി അത് വേണ്ടി ഒരു കുറച്ച് ടൈം. അതെ അതെ അതെ. അധികം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ ആയി കിട്ടും. നമുക്ക് അത്രയും സാധനം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതെ അതെ, നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമ്മൾ ഇത്ര ഉള്ളതുകൊണ്ട്. അതെ, അതപ്പം ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിനനുസരിച്ച് പച്ചക്കായ എടുക്കുന്നതിനനുസരിച്ച് ഈ വെള്ളം, അതായത് ശർക്കരയും വെള്ളവും എല്ലാം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒരു പാകം കിട്ടുന്നതാണ്. വിട്ട് വരുന്നുണ്ടല്ലേ പാനി? അതെ അതെ, പാനിന്ന് നമുക്ക്, അതായത് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ, അതെ, ഇങ്ങനെ കൊടുത്താൽ ഒരു വഴി അതേപോലെ കാണാൻ പറ്റും. അത് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ കാണാം. ഇതാണ് ഒരു പാകം എന്ന് പറയുന്നത്. എനിക്ക് വേണേ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ശർക്കരയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. നമുക്ക് കൈ അങ്ങനെ നിൽക്കും. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ എടുക്കുമ്പോൾ തന്നെ ഒരു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഒരു നൂല് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അതെ അതെ, ഒരു പാകമായി. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇനിയിപ്പം തീയുടെ ആവശ്യമില്ല. നമ്മളപ്പം തീ ഓഫാക്കി നമ്മൾ ഇത്ര നേരം, അതായത് പച്ചക്കായ വേവിക്കാനും ഇതിനൊക്കെ തീ ഇട്ടു. അതെ അതെ, ചൂടോടുകൂടിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ശർക്കര ഇനി വെക്കുന്നതിനനുസരിച്ച്, തണുത്ത് പോകുന്നതിനനുസരിച്ച് കട്ടി വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇതങ്ങോട്ടേക്ക് ഇടാം പതിയെ. ഇത് ഇപ്പോൾ ആവശ്യത്തിന് തണുത്തിട്ടുണ്ട്. ഇത് പച്ചക്കായ നന്നായിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഉള്ളും തണുത്തു, പുറവും തണുത്തു നന്നായിട്ട്. ഈ പെട്ടെന്ന് തണുക്കണമെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് പരന്ന പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഞാൻ ചെയ്തുതരാം. ഇത് ഇനിയാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതായത് നമ്മൾ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഇത് നന്നായിട്ട്, അതായത് ടൈറ്റായിരിക്കണം. ഭയങ്കര ഒരു, അതായത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇത് ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം കൈക്കല്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്താലൊരു എക്സസൈസ് ആകും. പെട്ടെന്ന് കൈയുടെ വണ്ണമൊക്കെ അങ്ങ് കുറഞ്ഞ് കിട്ടിക്കോളും. ഇച്ചിരി, അതായത് ഇപ്പൊ തന്നെ കണ്ടോ ഇങ്ങനെ നൂലാണ് നമ്മൾ ഇതിങ്ങനെ വലിക്കുമ്പോൾ തന്നെ ഫുള്ള് നൂല്. അത് കറക്റ്റ് പാകമാണ്. അതായത് ശർക്കര തന്നെയാണോ നമ്മള് ഈ ചുക്കുപൊടി ഇതൊന്ന് കുറച്ചൊന്ന് പിടിച്ചു കഴിയുമ്പോഴാണ്. ഏലക്കാപ്പൊടിയാണോ ഇടണ്ടേ, ചുക്കുപൊടിയാണോ ഇടണ്ടേ? അങ്ങനൊന്നുമില്ല, ഏത് വേണേലും ഇടാം. നമുക്ക് ഇനിയിപ്പോൾ കുറച്ചങ്ങ് ഇട്ടേക്കാം. കുറച്ച് ചുക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇച്ചിരി, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എത്ര വേണം എന്നുള്ളത് ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇട്ടോ ഇളക്കിക്കൊണ്ടേയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏലക്കാപ്പൊടി ഇടണം. ഇപ്പം തന്നെ
ഇനി അരിപ്പൊടി, ചിലർ അരിപ്പൊടി ഇടില്ല, ചിലരിടും. എന്തായാലും നമ്മളിപ്പോ കുറച്ച് എടുത്തിട്ടുണ്ട് അരിപ്പൊടി കൂടി. അപ്പൊ കൂടെ തന്നെ നമ്മളിപ്പം അതെ പാത്രം ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. നേരത്തെ പാത്രത്തിൽ അതായത് ഈ ശർക്കര ഇച്ചിരി കട്ടി കൂടുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അപ്പൊ നമ്മൾ ഇച്ചിരി കൂടി വലുപ്പത്തിൽ മാക്സിമം എല്ലാവരും ചെയ്യുമ്പോൾ ഇച്ചിരി വലുപ്പത്തിലുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇച്ചിരി അരിപ്പൊടി കൂടുതൽ ഇടുക. അപ്പൊ ഇതിനനുസരിച്ച് ആ വിട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് അതെ അരിപ്പൊടി ഇതിന് വേണ്ട ആ ഒരു അരിപ്പൊടി മാത്രമേ ഇത് എടുക്കുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ വെക്കും. അതായത് കണ്ടോ ഒരുപാട് അരിപ്പൊടി ബാക്കി ഇരിപ്പുണ്ട്. അത് ഇപ്പൊ ആ അരിപ്പൊടി ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിന് വേണ്ട അരിപ്പൊടി അതായത് ഈ ശർക്കരയ്ക്ക് അതെ ഇതിന് വേണ്ട ആ ഒരു അരിപ്പൊടി കഴിഞ്ഞതിന് ശേഷം ബാക്കി അരിപ്പൊടി അവിടെ ഇവിടെയായിട്ട് ബാക്കി കിടക്കും. നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഓൾമോസ്റ്റ് സെറ്റായി തോന്നുന്നു. അതൊന്ന് പിടിച്ച് സെറ്റായി തോന്നുന്നു. അതെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ ബാക്കി വരുന്ന പൊടിയൊക്കെ ഇതൊക്കെ മാറ്റിയെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ചിലര് കട്ടൻ ചായയിലൊക്കെ ഇട്ടിട്ട് കുടിക്കും. പ്രത്യേക ടേസ്റ്റ് ആണ്. അതായത് ഈ ചുക്കിന്റെയും അതുപോലെ തന്നെ ശർക്കരയുടെയും ഒരു ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് ഒരു ഫ്ലേവർ ഒക്കെ കിട്ടും ഈ കട്ടൻ ചായ. ഞാൻ ഇന്ത്യക്ക് വെച്ച് തരുന്നതായിരിക്കും. അതെന്തായാലും ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ഇതിപ്പോ ആവശ്യത്തിന് പാകമായിട്ടുണ്ട്. പറഞ്ഞ കറക്റ്റ് സൗണ്ട് അതെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മൾ ഇനി ഇത് വെക്കുന്നതിനനുസരിച്ച് ഇച്ചിരി കൂടി കട്ടിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഓരോ ദിവസം. അതെ ദിവസങ്ങൾ ഇതിപ്പം പെട്ടെന്ന് തന്നെ തീരുമല്ലോ. ഇതിപ്പം നമ്മള് വീട്ടില് എനിക്കിത് ഇതൊന്ന് കട്ടാക്കിയിട്ട് വേണോ എനിക്കൊന്ന് അതെ ഒന്ന് ആരംഭിക്കാൻ. സാരിയൊക്കെ ഒന്ന് പൊക്കി കെട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ അവസാന ലുക്ക്. അതെ മിനുക്ക് പണി എല്ലാം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ശർക്കര വരട്ടി എന്ന് പറയുന്നത്. ഞാൻ ഐശ്വര്യമായിട്ട് ലിന്റെക്ക് ഒരു ഭക്ഷണം തിന്നാൻ വേണ്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് ആ ഒരു ഫ്ലേവർ ഒക്കെ എല്ലാത്തിന്റെ ഫ്ലേവർ ഒക്കെ വന്നിട്ടുണ്ടോ? വിചാരിച്ച പോലല്ല. പിന്നല്ല ഞാൻ പിന്നെ എല്ലാത്തിനും എക്സ്പെർട്ട് ആയ കറക്റ്റ് കട്ടി ഇതായി. അതെ ചുക്കിന്റെയും അതെ ഞാൻ കഴിച്ചിട്ട് പറയാം. നന്നായിട്ട് പറയണമെങ്കിൽ വീണ്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അത് അതെ ഇനി ഇത് വെക്കുന്നതിനനുസരിച്ച് ഇച്ചിരി ഉറച്ച് വരും. നമ്മുടെ ഏലക്കായുടെയും ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതെ അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ എളുപ്പമാണോന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും എളുപ്പമാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കായും ഈ ശർക്കരയൊക്കെ പിന്നെ ഏലക്കായൊക്കെ നമ്മുടെ സ്ഥിരം നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ്. ഇളക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്ക് ആ ഒരു പാട് മാത്രമേ തോന്നിയുള്ളൂ. അതെ പിന്നെ ഈ പച്ചക്കായി കുറച്ച് വണ്ണം കൂട്ടി അരിയുന്നുണ്ട്. അത് വേകാനുള്ള മൂത്ത് വരാനുള്ള ഒരു സമയം മാത്രം മതി. ബാക്കി എല്ലാം കൊണ്ടും വളരെ എളുപ്പത്തില് എന്നാൽ കൂടി നല്ല സുഖമായിട്ടുണ്ടാക്കി അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഓണസദ്യക്ക് വിളമ്പുന്ന ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു വിഭവം തന്നെയാണ്. അപ്പം സദ്യവട്ടത്തിൽ ഒഴിച്ചുകൂടാനാകാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ് നമ്മുടെ ശർക്കര വരട്ടി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യോഗനാഥൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.